ഹലോ, എന്തൊക്കെയുണ്ട്? മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ UFC ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ മെയിൻ ഇവൻറ്റ് വരുവാണ്. അതായത് ലിയോൺ എഡ്വേർഡ്സ് വേഴ്സസ് മുഹമ്മദ് ബിലാൽ. അവരുടെ ഫൈറ്റിൻ്റെ പ്രഡിക്ഷനാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഓൾറെഡി ഒരു തവണ ഏറ്റുമുട്ടിയിരുന്നു. അപ്പോൾ അന്നത് നോ കോൺടെസ്റ്റ് ആയിരുന്നു. ബിലാലിൻ്റെ കണ്ണിൽ പരുക്ക് പറ്റി, അങ്ങനെ അത് നോ കോൺടെസ്റ്റായി. ഇപ്പോൾ ഇത് എന്തായാലും നോ കോൺടെസ്റ്റ് ആവാൻ പോകുന്നില്ല. ഇത് ഫുൾ തീരും. രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഈ ഫൈറ്റ് എന്തായാലും തീരത്തുള്ളൂ, അത് ഉറപ്പാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഒരുപാട് ഹോട്ട് ആക്ഷൻസ് അതിനകത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇൻസ്റ്റ പേജിൻ്റെ പേര് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. UFC മലയാളം ദീപക് _അശോകൻ. ഓക്കെ, ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യാം. ഇനി നമുക്ക് മാറ്ററിലേക്ക് വരാം. എന്താണ് ലിയോൺ എഡ്വേർഡ്സ് മുഹമ്മദ് ബിലാൽ? അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇസ്രായേൽ അഡിസാനിയ ഒരു കാര്യം പറഞ്ഞിരുന്നു. ലിയോൺ എഡ്വേർഡ്സ് ഈസ് ഓൺ എ മാസക്കർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, വെട്ടി നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. ലിയോൺ എഡ്വേർഡ്സ് ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കമാറു ഉസ്മാനെ ആദ്യം നോക്കൗട്ട് ചെയ്തില്ലേ, അന്ന് മുതൽ ഇങ്ങോട്ട് ഭയങ്കര വേറെ ലെവലിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാരണം അതിപ്പോൾ സ്ട്രൈക്കിംഗ് ആണെങ്കിലും പഞ്ചിങ് ആണെങ്കിലും കിക്സ് ആണെങ്കിലും ഗ്രാപ്ലിംഗ് ആണെങ്കിലും എല്ലാ മേഖലയിലും ലിയോൺ എഡ്വേർഡ്സ് പൊളിച്ച് അടക്കിക്കൊണ്ടിരിക്കുകയാണ്. ബിലാൽ മോശം ഫൈറ്ററല്ല. ബിലാൽ ലോകോത്തര ഫൈറ്ററാണ്, യാതൊരു സംശയവുമില്ല. മുന്നോട്ട് കയറി കളിക്കുന്ന ഫൈറ്ററാണ്. പിന്നെ റെസ്ലിംഗ് ഉണ്ട്. ഇപ്പോൾ ഹബീബിൻ്റെ കൂടെ ക്യാമ്പിലൊക്കെ ചെയ്ത് പുള്ളിയുടെ റെസ്ലിങ്ങും ഗ്രാപ്ലിങ്ങും സ്ട്രോങ് ആക്കിയിട്ടുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലിയോൺ എഡ്വേർഡ്സ് ആണ്. ലിയോൺ എഡ്വേർഡ്സ് വേറെ ലെവലിൽ ഇപ്പോൾ നിൽക്കുവാണ്. അപ്പോൾ ലിയോൺ എഡ്വേർഡ്സുമായിട്ട് മുട്ടി നിൽക്കാൻ പറ്റുമോ ബിലാൽ? അറിയില്ല, അത് കളി നടക്കുമ്പോൾ കാണണം. ഇപ്പോൾ ഇവിടെ പ്രഡിക്ഷൻ ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് പ്രഡിക്ഷൻ ആണ്, തെറ്റിപ്പോകാം. അതാണല്ലോ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രഡിക്ഷൻ നടത്തും. നിങ്ങളും നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് രൂപേണ ആയിട്ടിടണം. ആര് ജയിക്കും? ലിയോൺ എഡ്വേർഡ്സ് ജയിക്കുമോ അതോ ബിലാൽ ജയിക്കുമോ? ആര് ജയിച്ചാലും തോറ്റാലും എങ്ങനെ ജയിക്കും? ലിയോൺ എഡ്വേർഡ്സ് ആണെങ്കിൽ എങ്ങനെ ജയിക്കും? ബിലാൽ ആണെങ്കിൽ എങ്ങനെ ജയിക്കും? അപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈറ്റിൽ ലിയോൺ എഡ്വേർഡ്സ് ജയിക്കും എന്നാണ്. അതും ഹൈ കിക്ക് വെച്ച്, പുള്ളിയുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഹൈ കിക്ക്, ഹെഡ് ഷോട്ട്. കാരണം എനിക്കങ്ങനെ തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി കമാർ ഉസ്മാനെയൊക്കെ വീഴ്ത്തി. കമാർ ഉസ്മാൻ നല്ല ടോളാണ്, ലിയോണിൻ്റെ അത്രയും തന്നെ ഉണ്ട്. ഇതിപ്പോൾ ബിലാൽ ഇത്തിരി ഹൈറ്റിന് ഇത്തിരി കമ്മിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ വെച്ച് നോക്കുമ്പോൾ അല്ല, 5 അടി 10 ഉണ്ട്. അതിപ്പോൾ ലിയോണിനെ വെച്ച് നോക്കുമ്പോൾ ലിയോൺ 6 ഫീറ്റ് എബോവ് ആണെന്ന് തോന്നുന്നു, 6 ഫീറ്റ് ഉണ്ട് എന്തായാലും. അപ്പോൾ അതുകൊണ്ട് ഹെഡ് ഷോട്ട് ഈസിയായിട്ട് കണക്റ്റ് ആവും. ലിയോണിന് അത്ര ബുദ്ധിമുട്ടില്ല. ഇനി ലിയോണിൻ്റെ ഒരു ഹെഡ് ഷോട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഹൈ കിക്ക്, ആ ലെഫ്റ്റ് വെച്ചിട്ട് ഹൈ കിക്ക് ഉണ്ട്. സൗത്ത് പോ ആണ് ലിയോ. എന്താണ് സൗത്ത് പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ റൈറ്റ് ലെഗ് മുന്നിലും ലെഫ്റ്റ് ലെഗ് ബാക്കിലും വെച്ചിട്ടുള്ള ആ കളിയുണ്ടല്ലോ. നമ്മളെല്ലാം ഓർത്തഡോക്സ് ഫൈറ്റേഴ്സാണ്. അതായത് നമ്മുടെ ലെഫ്റ്റ് ലെഗ് മുമ്പിലും റൈറ്റ് ലെഗ് പിന്നിലും വെച്ചിട്ടാണ് നമ്മൾ കളിക്കുക. ലിയോൺ സൗത്ത് പോയാണ്, അതായത് റൈറ്റ് ലെഗ് മുമ്പിലും ലെഫ്റ്റ് ലെഗ് പിന്നിലും വെച്ചിട്ട് അവരുടെ ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും മെയിൻ, റൈറ്റ് പോലെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് തന്നെ ആ ലെഫ്റ്റ് ലെഗ് വെച്ച് നേരെ തലക്കിട്ടൊരു കിക്കുണ്ട്. അത് ലിയോൺ ഭയങ്കര സ്ട്രോങ് ആണത്, ഭയങ്കര സ്ട്രോങ്. കാരണം ഞാനത് ഇവരുടെ ആദ്യത്തെ ഫൈറ്റ് ഒന്ന് കണ്ടു ബിലാലിൻ്റെ കൂടെ, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അതിനകത്ത് ലിയോൺ ഇത് അടിക്കുന്നുണ്ട്, അത് ബിലാൽ ബ്ലോക്ക് ചെയ്തു. ഇത് ബ്ലോക്ക് ചെയ്യുമ്പോഴും ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു, കോൾബിയുടെ കൂടെ ആയിരുന്നല്ലോ ലാസ്റ്റ് ഫൈറ്റ് ലിയോണിൻ്റെ, അതിനകത്തും ഇത് അടിക്കുന്നുണ്ട്. കോൾബി ഇത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഈ ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ കിക്ക് കയറി പോകുന്നുണ്ട്, പിന്നെ അത്രയ്ക്ക് ശക്തിയാണ് അതിന്, ആ കിക്കിന്. അപ്പോൾ ആ ബ്ലോക്ക് എങ്ങാനും ചെയ്യാതെ ഇത് നേരെ ഫേസിൽ പതിച്ചു കഴിഞ്ഞാൽ തീർന്നു. ലിയോൺ അത് മാസ്റ്റർ ചെയ്തിട്ടുണ്ട്, നല്ല ഫോഴ്സിൽ കറക്റ്റ് ടൈമിങ്ങിൽ ലിയോൺ ഇത് ചെയ്തിട്ടുണ്ട്. അതൊരു വെപ്പണാണ്. പണ്ട് മിർക്കോ ക്രോക്കോപ്പ് എന്ന് പറഞ്ഞൊരു ഫൈറ്റർ ഉണ്ടായിരുന്നു, പുള്ളി ഇതുപോലൊരു സംഭവമായിരുന്നു. പക്ഷേ ലിയോൺ ഈസ് മച്ച് മോർ ലിയോൺ ഹാസ് അച്ചീവ്ഡ്, ഭയങ്കര ലെവലിൽ പോയി ലിയോൺ. അപ്പോൾ ലിയോണിനെ ഞാൻ പറഞ്ഞു, ലിയോണിൻ്റെ ആ ഒരു ഹെഡ് കിക്ക് ഡേഞ്ചറസ് ആണ്. അതിനാണ് ഹെഡ് ഷോട്ട് എന്ന് പറയുന്നത്, ബുള്ളറ്റ് പോലെയാണ് വരുന്നത്. അത് കൊണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ ബ്ലോക്ക് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ, അത് ഇവിടെ പതിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. പിന്നെ ആരാണെങ്കിൽ കമാറു വീണ് കഴിഞ്ഞാൽ അറിയാമല്ലോ, കമാറു വീഴുകയാണെങ്കിൽ ആരും വീണു പോവും.
അപ്പോൾ ഇതാണൊരു സംഭവം. പിന്നെ ആ കോൾബിയുടെ കൂടെ കഴിഞ്ഞ ഫൈറ്റിൽ ഞാൻ ഇത് ശ്രദ്ധിച്ചു, കോൾബി ടേക്ക് ഡൗൺ ഒക്കെ ചെയ്യാൻ ശ്രമിക്കും. കോൾബി ഭയങ്കര ലോകോത്തരമായിട്ടുള്ള ഗ്രാപ്ലിംഗ് റെസ്ലറാണ്. കോൾബിയെ വെള്ളം കുടിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ് ലിയോൺ. അപ്പോൾ എനിക്ക് തോന്നുന്നു ലിയോൺ ഓവറോൾ ഫൈറ്ററാണ്, ഭയങ്കര വേറെ ലെവലിൽ എത്തിക്കഴിഞ്ഞു. അതാണ് ഈസി പറഞ്ഞു പോകണം, മസാക്കർ ഓണം വെട്ടി നിരത്തിക്കൊണ്ടിരിക്കുകയാണ് ലിയോൺ. അപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ അതാണ്. നല്ല രസമായിരിക്കും, നല്ല ഫൈറ്റായിരിക്കും, കാരണം ഞാനൊരു ഹെഡ് ഷോട്ട് പ്രതീക്ഷിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലിയോൺ കോൾബിയുടെ ഫൈറ്റ് കാണുകയാണെങ്കിൽ ലിയോൺ മറ്റൊരു കാര്യവും ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നേരെ ഹെഡ് കിക്കിന് പോകത്തില്ല, കാരണം എല്ലാവരും ബ്ലോക്ക് ചെയ്തുകൊണ്ടായിരിക്കും. ബിലാലും ബ്ലോക്ക് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കും ഇങ്ങനെ. അപ്പോൾ അതൊന്ന് തെറ്റിക്കാൻ വേണ്ടി, താളം തെറ്റിക്കാൻ വേണ്ടി ലിയോൺ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി വേറൊരു അറ്റാക്ക് കോൾബിയുടെ അടുത്ത് ചെയ്തിരുന്നു, ലെഗ് കിക്ക്. ഈ ഇസി ഒക്കെ അടിക്കത്തില്ലേ ലെഗ് കിക്ക്, അപ്പോൾ ആ കിക്ക് അടിച്ചടിച്ച് കോൾബിയെ ബുദ്ധിമുട്ടിക്കുക തുടങ്ങിയത്. അത് ഇത്തവണ അടിക്കും, ബിലാലിനിട്ടും അടിക്കും. അപ്പോൾ ബിലാലിൻ്റെ ശ്രദ്ധ പോകും. ഈ ശ്രദ്ധ പോകുമ്പോൾ എന്ത് സംഭവിക്കും, ഗാർഡ് പതുക്കെ താഴേക്ക് വരും ഇങ്ങനെ. അപ്പോഴാണ് അടി കൊടുക്കുക, ഇവിടെ ഇങ്ങനെ പട്ടാന്ന് പറഞ്ഞ് കിട്ടും. ഇനി ഇതൊന്നാണ്. ഇനി ബിലാൽ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ബിലാലിനെ നമ്മൾ എഴുത്തുള്ളൂ. ബിലാൽ ഞാൻ പറഞ്ഞല്ലോ, UFC-യിലുള്ള എല്ലാ ഫൈറ്റേഴ്സും ലോകോത്തര ഫൈറ്റേഴ്സാണ്. ബിലാൽ മറ്റൊരു കേസ് പറഞ്ഞിട്ടുണ്ട്. ബിലാൽ പറഞ്ഞത് ലിയോണിനെ തോപ്പിക്കുകയാണെങ്കിൽ ബിലാൽ അറ്റ് പാർ വിത്ത് ലെജൻഡ് ആവുമെന്ന്, GSP പോലെ തന്നെ. ശരിയാണ്, കറക്റ്റാണ്. ലിയോണിനെ തോപ്പിച്ചു കഴിഞ്ഞാൽ ബിലാൽ ലൈക്ക് കിങ് ഓഫ് ദ റിംഗ് ആയിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ലിയോൺ ആ ഫോമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മുഹമ്മദ് ബിലാലിനെ എഴുതി തള്ളാൻ പറ്റത്തില്ല, കാരണം ബിലാലിന് നഷ്ടപ്പെടാനൊന്നുമില്ല. പുള്ളിയുടെ മുഖത്തത് കാണാനുണ്ട്. ഒരല്പം ലിയോണിനെ റെസ്പെക്റ്റ് കാരണമോ ഭയമൊക്കെ ഉണ്ട്, പക്ഷേ ബിലാലിന് നഷ്ടപ്പെടാനൊന്നുമില്ല. അപ്പോൾ ബിലാൽ രണ്ടും കൽപ്പിച്ച് മുന്നിലേക്ക് വരും. ഈ കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്നൊക്കെ പറയത്തില്ല, ആ ഒരു അവസ്ഥയാണ്. ലിയോണിനെ സംബന്ധിച്ച് ലിയോൺ ഒരു ഫൈറ്റിലും എനിക്ക് ടെൻഷനായി കാണുമ്പോൾ ലിയോൺ അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണ്. നല്ല പുള്ളി ട്രെയിനിങ് ചെയ്യാനുള്ള എല്ലാം ചെയ്തിട്ടുണ്ട്. പുള്ളി ഫുൾ ഫോക്കസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ആര് ജയിക്കും, എങ്ങനെ ജയിക്കും. എൻ്റെ പ്രഡിക്ഷൻ ഞാൻ പറഞ്ഞല്ലോ. ബൈ ഗൈസ്, ടേക്ക് കെയർ.